അപ്പോൾ ഞങ്ങൾ നോർത്തേൺ അയർലൻഡിൽ നിന്ന് അയർലൻഡ് റിപ്പബ്ലിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ബെൽഫാസ്റ്റിൽ നിന്ന് ഡബ്ലിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അതിൻ്റെ ഇടയിലുള്ള ഒരു മാക് ബ്രൈഡ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനാണ്. അവിടെയാണ് നിർത്തിയിരിക്കുന്നത്. അടുത്തത് ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞാൽ ഡബ്ലിനിലെത്തും. നമ്മൾ ഡബ്ലിൻ അയർലൻഡ് റിപ്പബ്ലിക് എന്നുള്ള സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഡബ്ലിൻ സ്റ്റേഷനാണ്. ഡബ്ലിനിലേക്ക് എത്തി നമ്മൾ. അയർലാൻഡ്. ഇതും വേറൊരു സ്റ്റേഷനാണ്. കോൺലി സ്റ്റേഷൻ. ഇത് കോൺലി ആണല്ലോ. ഇത് ഡബ്ലിൻ തന്നെയാണോ അത്? കൊണോലി. ഡബ്ലിൻ കൊണോലി സ്റ്റേഷൻ. അതാണ് സ്റ്റേഷൻ. ഇതൊക്കെ അയർലൻഡ് ഭാഷ, ഐറിഷ് ഭാഷകളാണ്. ഡബ്ലിൻ കൊണോലി സ്റ്റേഷൻ എന്നാണ് അതിൻ്റെ പേര്. സ്റ്റേഷനിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതാണ് ഡബ്ലിൻ റെയിൽവേ സ്റ്റേഷൻ. അവിടെ എത്തി ഞങ്ങൾ. ഇനിയിപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. ഡബ്ലിൻ റെയിൽവേ സ്റ്റേഷനാണത്. ഒരു പഴയ റെയിൽവേ സ്റ്റേഷനാണ് ഡബ്ലിൻ. അയർലൻഡ് റിപ്പബ്ലിക്കിൽ. ഇതാണ് മറ്റേ ഡബ്ലിൻ റെയിൽവേ സ്റ്റേഷൻ്റെ കോൺകോഴ്സ്. അപ്പോൾ അതിവിടെ എഴുതിയിട്ടുണ്ട് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട്. സ്ലീ അമാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ്. സ്ലീ അമക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയർലൻഡ് ഭാഷയാണ്, ഐറിഷ് ഭാഷയാണ്. അതൊന്ന് എക്സിറ്റ്, പുറത്തേക്ക് പോകാനുള്ള വഴി. ഇത് ഞങ്ങളിപ്പോൾ അയർലൻഡിലെത്തി. അയർലൻഡ് റിപ്പബ്ലിക്കിലെത്തി, ഡബ്ലിൻ. അപ്പോൾ ഇതിൽ ഐറിഷ് റിപ്പബ്ലിക്കിൻ്റെ ഇവിടുത്തെ ഓക്കോണൽ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അതിൻ്റെ നേതാവായിരുന്നു. അയാളുടെ ഒരു പ്രതിമയാണത്. അയാളുടെ ഒരു സ്ക്വയർ ഉണ്ട് ഇവിടെ. ആ സ്ക്വയറിലുള്ള അയാളുടെ പ്രതിമയും കാര്യങ്ങളൊക്കെയാണത്. അയർലൻഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഓക്കോണൽ സ്ട്രീറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഒരു നദിയുണ്ട്. നദിയുടെ പേര് പറഞ്ഞുതരാം. അപ്പോൾ മറന്നുപോയതാണ്, ഓർമ്മിച്ചിട്ട് പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രീറ്റാണ്. ഭയങ്കര തിരക്കുള്ളൊരു നഗരമാണ് കേട്ടോ അയർലൻഡ്. അയർലൻഡിൽ ഈ ഡബ്ലിൻ എന്നുള്ളത് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഉണ്ടോ എന്തൊരു തിരക്കാണ്. ഞങ്ങളൊരു റൗണ്ട് അടിക്കാൻ അങ്ങനെ ഇറങ്ങിയതാണ്. ട്രാം പോകുന്നുണ്ട് റോട്ടിൽ കൂടെയൊക്കെ. നമുക്ക് അടുത്തേൽ പോവാം. ട്രാം പോകുന്നുണ്ട്, ബസ്സുണ്ട്. റോട്ടിൽ മുഴുവൻ ട്രാമൊക്കെ ഉണ്ട്, ബസ്സുണ്ട്. ഇത് വേറൊരു സ്ട്രീറ്റാണ്. ഇത് ട്രാക്കാണ്. ഈ മോളിൽ കൂടി ഉള്ളത് ട്രാക്കാണ്. വണ്ടിയാണ് കൂടെ ഇങ്ങനെ പോകും. വണ്ടി പോകാനുള്ള ട്രാക്കാണത്. ഒരു റിവറുണ്ട്, ലിഫി എന്നാണ് ആ റിവറിൻ്റെ പേര്. LIFFEY, ലിഫി. ആ റിവറിൻ്റെ രണ്ട് സൈഡായിട്ടാണ് ഇതിൻ്റെ മെയിൻ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ലിഫി എന്ന് പറഞ്ഞിട്ട് റിവർ ഈ നഗരത്തിൻ്റെ നടുക്ക് കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ രണ്ട് സൈഡും കടകളും ഒക്കെ ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് അതാണ് ഈ പട്ടണം, ഈ ഡബ്ലിൻ എന്നുള്ള ഈ പട്ടണം. ലിഫി റിവറിൻ്റെ രണ്ട് സൈഡും. ഇതാണ് ലിഫി നദി. ഈ ലിഫി നദിയുടെ രണ്ട് കരയിലായിട്ടാണ് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉണ്ടോ? ഇതാ, ഇത് വലിയൊരു ബിൽഡിങ്ങാണ്. നഗരക്കാഴ്ച. ലിഫി നദിയുടെ വേറൊരു ബ്രിഡ്ജാണിത്. ഇങ്ങനെ ഒരു 6-7 ബ്രിഡ്ജുണ്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനായിട്ട്. ആൾക്കാർക്ക് നടക്കാനും വണ്ടിക്ക് പോകാനും ഒക്കെ ആയിട്ട് 6-7 ബ്രിഡ്ജുണ്ട്. നമ്മുടെ അവിടെ ഉണ്ട് പല ബ്രിഡ്ജ്, മറ്റേ പുഴകളുണ്ട്, റിവർ. പക്ഷേ എന്താ ചെയ്യണത്, അതൊക്കെ നശിപ്പിച്ചിട്ടിരിക്കുക. റിവറിൻ്റെ രണ്ട് സൈഡുമാണ് ബിൽഡിങ്ങുകൾ കെട്ടി രാജ്യം ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇത് കുറേ സ്റ്റാച്ചു ആണ് ഇവിടുത്തെ. ഫെമൈൻ.
അതിൻ്റെ സിംബോളിക്കായിട്ട് ക്ഷാമം ഈ നാട്ടിൽ വിളയാടി അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനായിട്ട് വെച്ചിട്ടുള്ള ശില്പങ്ങളാണിത്. ഈ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ കൂടെ ബസ്സുകളൊക്കെ പോകാൻ, പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് വെള്ളമുണ്ട്, അവിടെ പോയിട്ട് കപ്പലോ ബോട്ടോ എന്തെങ്കിലും അടുപ്പിക്കണമെങ്കിൽ അതിലേക്ക് അത് തുറക്കാനുള്ള സംഭവമാണത്. ഇതങ്ങനെ മുകളിലേക്ക് പൊന്തും, അതാണ് സംഭവം. ഈ ബ്രിഡ്ജ് പണ്ട് റൊട്ടേറ്റിംഗ് ബ്രിഡ്ജ് മാതിരി ഉണ്ട്, ഇപ്പോഴല്ല പണ്ട്. അതിൻ്റെ സ്ട്രക്ചറൊക്കെ കാണുമ്പോൾ അങ്ങനെയുണ്ട്. അയർലൻഡിൽ ഞാൻ വന്നു എന്നുള്ളതിനൊരു തെളിവ് വേണ്ടേ.